കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഭീകരനെ പോലെ കൈ രണ്ടും വിലങ്ങിട്ട് ഈ കാലിലും വിലങ്ങിട്ട് മേലോട്ട് കെട്ടിയിട്ടിട്ടാണ് എൻ്റെ മോൻ്റെ കാലിൻ്റെ പാദത്ത് അംബരീഷ് ലാത്തി വെച്ചടിച്ചു. ഒരുപാട് അടിയടിച്ച്. ഇതിനകത്ത് പ്രദീപ് എന്ന് പറയുന്ന ഇടിയൻ പ്രദീപ് SI, അയാൾ തോക്കിൻ്റെ ചെവിട് വെച്ചാണ് എൻ്റെ മോൻ്റെ ഈ പുറകു വശത്തായിട്ട് 2 ഭാഗത്ത് ഇടിച്ചിട്ടുണ്ട്. നീ ഇനി പട്ടാളത്തിൻ്റെ ബെൽറ്റ് കെട്ടത്തില്ലടാ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇടിച്ച്. അത് കഴിഞ്ഞിട്ട് CI അനിൽകുമാർ ലാത്തി വെച്ച് തലയ്ക്കടിച്ച്, മെഴുകുതിരി കത്തിച്ച് കാലിൻ്റെ വെള്ളയ്ക്ക് വെച്ച് പൊള്ളിച്ചായിരുന്നു. ഈ ഇലക്ട്രിക് വയറ് കരണ്ടി കുത്തിയിട്ട് കാലിൻ്റെ വെള്ളയ്ക്ക് വെച്ച് പൊള്ളിച്ച് CI അനിൽകുമാർ. ഇങ്ങനെയുള്ള ക്രൂരമായ പ്രവർത്തികളാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇവരെന്തിനിങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അതേ ക്രൂരമായിട്ട്. അല്ലെ ഇത്രയും നാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എന്തിനാ സാറേ? എൻ്റെ മോന് നീതി കിട്ടണം. എൻ്റെ മോൻ്റെ ഓഹരിയാണിത്. ഇത് ഞാൻ എഴുതി വിറ്റാലും ഞാൻ കേസ് പറയും. എന്തിനെൻ്റെ മോനെ മർദ്ദിച്ചു? എൻ്റെ മോൻ ചെയ്ത തെറ്റെന്താണ്? കേട്ടിരിക്കാൻ തന്നെ ഭയക്കുന്ന രീതിയിലുള്ള ക്രൂരമർദ്ദനങ്ങൾ മകൻ ഏറ്റു എന്നാണ് ഇപ്പോൾ അമ്മ ഡെയ്സി പറയുന്നത്. ഇതിനു വേണ്ടിയാണ് ഇയാളെ ഇങ്ങനെ ഉപദ്രവിച്ച ഒരു സൈനികനാണ് ഒരു സംഭവമാണ്. ഈ അമ്മ പരാതിയുമായിട്ട് പോലീസിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും അടക്കം സമീപിച്ചതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല എന്നാണ് അമ്മ പറയുന്നത്. അതിനുശേഷം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പിന്നീട് എന്തായാലും ഇതിലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. DGPയോട് ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഈ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് ഒരു വശത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ട് പറയേണ്ടത്. ആ അമ്മയുടെ കണ്ണുനീരിന്, ആ അമ്മ സഹിക്കുന്ന വേദനയ്ക്ക് ഒരു ഉത്തരം നൽകാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ, സർക്കാർ ബാധ്യസ്ഥരാണ് എന്നതാണ് ഒരു കാര്യം. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ 2024 ഒക്ടോബർ 11 ഈ തോംസൺ തങ്കച്ചൻ എന്ന് പറയുന്ന സൈനികനായിരുന്നു. അദ്ദേഹത്തെ ഈ കുണ്ട്ര പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. തോംസന്റെ ഭാര്യ വീട്ടുകാരുടെയും പരാതിയിലായിരുന്നു അങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് പോയത്. നിയമപരമായി തോംസൺ വിവാഹിതനല്ല, ഒരു യുവതിക്കൊപ്പം താമസിക്കുകയായിരുന്നു എന്നതാണ് അമ്മ പറയുന്നത്. എന്തായാലും അതൊക്കെ മറ്റൊരു വശത്തുള്ള കാര്യം. എന്തായാലും അവരുടെ പരാതിയിൽ കുണ്ട്ര പോലീസ് ഒക്ടോബർ 11 2024 ഈ തോംസനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അതിനുശേഷം മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു, റിമാൻഡും ചെയ്യുന്നു. റിമാൻഡിലായപ്പോൾ പലതവണ ഈ തോംസൺ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അതായത് ജയിലിൽ നിന്ന് ആശുപത്രികളിൽ എത്തിച്ച് തോംസണ് ചികിത്സ നൽകിയിട്ടുണ്ട് എന്നതാണ് അമ്മ പറയുന്നത്. അതായത് ഈ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായിട്ടുള്ള പീഡനം, മർദ്ദനം മകൻ ഏൽക്കേണ്ടി വന്നു എന്നതാണ് അമ്മയുടെ പരാതി. അമ്മ അത് പറയാനുള്ള കാരണം ഈ റിമാൻഡ് കാലാവധിയൊക്കെ കഴിഞ്ഞ് ഈ മകൻ തിരിച്ചു വീട്ടിലെത്തിയതിനു ശേഷമാണ് താൻ നേരിട്ട ക്രൂരമർദ്ദനങ്ങളെ കുറിച്ച് മകൻ പറഞ്ഞത് എന്നതാണ് അമ്മ പറയുന്നത്. അതിനുശേഷം ശാരീരികമായി വളരെയധികം അവശതയിലായിരുന്നു തോംസൺ തങ്കച്ചൻ ഉണ്ടായിരുന്നത്. പല ആശുപത്രികളിൽ മകനെ കൊണ്ട് കയറിയിറങ്ങി ചികിത്സിപ്പിച്ചു എന്നത് അമ്മ പറയുന്നു.